അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ വിസ്ഡം സഹോദരങ്ങൾ വളരെ മോശമായി നമ്മുടെ KJUവിൻ്റെ സെക്രട്ടറിയുടെ ഫോട്ടോ വെച്ചുകൊണ്ടും യൂട്യൂബിലും അത് MT വിഷനാണ് അത് കൂടുതലായി പ്രചരിപ്പിക്കുന്ന നിഷ്പക്ഷമായ അണികൾ, നിഷ്കളങ്കരായ അണികൾ ഒരുപാട് അത് പ്രചരിപ്പിക്കുന്നുണ്ട്. ഹനീഫ് കായക്കുടി വലിയ കളവ് പറഞ്ഞു, ജിന്നുകളോട് പ്രാർത്ഥിച്ചാൽ ഷിർക്കല്ലാത്ത ഉണ്ടെന്ന് വിശ്വസിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമിൽ എഴുതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം, എന്നിട്ട് നിങ്ങൾ ഇൻഷാ അല്ലാഹ് പറയാം. അപ്പോൾ നമ്മുടെ റഷീദ് സാഹിബ് പറയുന്നത് MT വിഷൻ KJU സെക്രട്ടറിയുടെ പേരിൽ വളരെ മോശമായി തെറ്റിദ്ധരിപ്പിക്കുകയാണ്. KJU സെക്രട്ടറി ഇസ്ലാഹ് മാസികയിൽ ജിന്നുകളോട് പ്രാർത്ഥിച്ചാൽ ഷിർക്കല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഹനീഫ് കായക്കുടിയുടെ ചില വീഡിയോ ക്ലിപ്പുകൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ച് തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇനി അതിൻ്റെ വസ്തുത എന്താണ് എന്ന് ഈ റഷീദ് സാഹിബ് വസ്തുനിഷ്ഠമായി സമർത്ഥിക്കുന്നുണ്ടോ ഇല്ലേ എന്നതാണ് നമ്മുടെ പരിശോധന. നമുക്കത് കേൾക്കാം, മൂപ്പരത് കേൾപ്പിക്കട്ടെ. മുമ്പും പറഞ്ഞിട്ടുണ്ട് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്നതിലില്ല, എന്നാൽ ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ ശിർക്കല്ല എന്നതിലുണ്ട്. അതെവിടെ? ആ വാചകെവിടെ എന്നാ ചോദിക്കുന്നത്. അത് രണ്ടും അതിലില്ല കായക്കൊടി, പച്ചക്കളവാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റഷീദ് സാഹിബ് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഭാഗം. എന്നിട്ട് അതിൽ അദ്ദേഹം പറയുന്നത് എന്താ, ഹനീഫ് കായക്കുടി പറയുന്നത് ഇസ്ലാഹ് മാസികയിൽ പ്രാർത്ഥിക്കാം എന്നില്ല, എന്നാൽ പ്രാർത്ഥിച്ചാൽ ഷിർക്കാവുകയില്ല എന്നുണ്ട് എന്ന് ഇസ്ലാഹിലുണ്ട് എന്നാണ് ആര് പറയണത്? ഹനീഫ് കായക്കുടി പറയണത്. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, അത് രണ്ടും അതിലില്ല. പ്രാർത്ഥിക്കാമെന്നുമില്ല, പ്രാർത്ഥിച്ചാൽ ഷിർക്കല്ലെന്നും ഇസ്ലാഹ് മാസികയിൽ ഇല്ല. അപ്പോൾ നമ്മുടെ റഷീദ് സാഹിബ് പറയാണ്, അല്ല KJU സെക്രട്ടറി പറഞ്ഞതിനേക്കാൾ ഒന്നും കൂടി കടന്നു പറയാണ്. എന്താ പറയുന്നത് അദ്ദേഹം? അല്ല, രണ്ടും അതിലുണ്ട് MT വിഷനെ എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. കേട്ടോളൂ നിങ്ങൾ. അത് രണ്ടും അതിലുണ്ട് എന്ന് തന്നെ പറയാം എൻ്റെ പൊന്നു സഹോദരൻ MT വിഷനെ. അത് രണ്ടും അതിലുണ്ട് എന്നത് നിങ്ങൾക്ക് കളവ് പറയാം, സത്യം പറയാൻ പറ്റില്ല എന്നാണ് MT വിഷൻ പറഞ്ഞത്. നിങ്ങൾ കളവേ നിങ്ങൾ പറയാറുള്ളൂ. നിങ്ങൾക്കത് തെളിയിക്കാൻ ഇസ്ലാഹ് മാസികയിൽ നിന്ന് നിങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന സംഗതി ഇസ്ലാഹ് മാസിക എന്ന് നിങ്ങൾക്ക് സത്യസന്ധമായി തെളിയിക്കാൻ സാധ്യമല്ല. മനസ്സിലായല്ലോ? അതാണ് ഞങ്ങൾ പറയുന്നത്. അല്ലാതെ നിങ്ങൾക്ക് കളവ് പറയാൻ പറ്റില്ല എന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. നിങ്ങൾ കളവ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, അത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ആദർശം അതിൽ ഉറപ്പിച്ചു വച്ചിരിക്കുന്നത് കളവിലാണ്. ആ കളവ് നിങ്ങൾ പറയുകയില്ല എന്നല്ല പറഞ്ഞത്. നിങ്ങൾ സത്യസന്ധമായി അത് തെളിയിക്കാൻ ഇസ്ലാഹ് മാസികയിൽ നിന്ന് സാധ്യമല്ല എന്നാണ് പറഞ്ഞത്. ഒന്നതിലില്ല, രണ്ടും അതിലുണ്ട് എന്ന് പറഞ്ഞ തൊട്ടടുത്ത സെക്കൻഡിൽ അദ്ദേഹം പറയാണ് ഒന്നതിലില്ല. രണ്ടും അതിലുണ്ട്, തൊട്ടടുത്ത സെക്കൻഡിൽ ഒന്നതിലില്ല. ഇനി അദ്ദേഹം അത് പറഞ്ഞ് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് കിടന്നിട്ട് ഇങ്ങനെ ഉരുളുന്നത് കണ്ടോളൂ നിങ്ങൾ. തന്നെ പറയാം എൻ്റെ പൊന്നു സഹോദരൻ MT വിഷനെ. ഒന്നതിലില്ല, ഒന്ന് അതിലുണ്ട്, ഒന്ന് അതിലുണ്ട് എന്ന് അത് ചെയ്യുന്ന പ്രാർത്ഥിക്കുന്നവരുടെ വിധി പറയാം നിങ്ങളെപ്പറ്റി. ഒന്ന് പ്രാർത്ഥിച്ചാൽ ഷിർക്കല്ലെന്നും അതിലുണ്ട്, ഇല്ലെന്ന് പറയും. എന്തൊക്കെയാണ് ഈ റഷീദ് പറഞ്ഞു കൂട്ടുന്നത്? ആദ്യം പറഞ്ഞു രണ്ടും അതിലുണ്ട്, പിന്നെ പറയാണ് ഒന്നതിലില്ല, പിന്നെന്താ പറയണത്? ഒന്നതിലുണ്ട്, പിന്നെ പറഞ്ഞതോ ഒന്നതിലുണ്ട് എന്ന്, അതായത് പ്രാർത്ഥിക്കുന്നവരുടെ വിധി പറയാം. നിങ്ങൾക്ക് എന്താ വിധി പറയാൻ പാടില്ലാത്തത്? നിങ്ങൾക്ക് എന്ത് വിധിയും പറയാം. കാരണം എന്താണ്? ഇസ്ലാഹ് മാസികയിൽ ഇല്ലാത്തത് ഉണ്ട് എന്ന് പറഞ്ഞ നിങ്ങൾക്ക് പിന്നെ അതിനൊരു ഇല്ലാത്ത വിധിയും കൂടെ പറയണതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. നിങ്ങൾ കളവ് പറയുന്നവരാണ് എന്നത് നിങ്ങൾ വീണ്ടും വീണ്ടും ഇവിടെ തെളിയിച്ചു കൊണ്ടിരിക്കുകയല്ലേ. നിങ്ങളുടെ സെക്രട്ടറിയും ഇങ്ങ് താഴെ കടയിൽ ഏറ്റവും താഴെ കട കിടക്കുന്ന നിങ്ങളെപ്പോലത്തെ അലവലാതിയും ഈ കളവാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് അലവലാതിയും KJU സെക്രട്ടറിയും ഒക്കെ ഒരുപോലെയാണ്, കളവ് പറയുന്നവരാണ് എന്ന് വീണ്ടും നിങ്ങൾ തെളിയിക്കുന്നു. അതിൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല. കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ എന്ന് പറയുന്ന സംഘടനയിൽ ഇന്ന് കുറേ PC ജോർജുമാർ ഇതുപോലെ പച്ചക്കളവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൽ നമുക്ക് അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. നിങ്ങൾ പച്ചക്കളവാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് സത്യസന്ധതയില്ല. ഹക്കും ബാത്തിലും നോക്കി പറയുന്നവർക്കല്ലേ അതൊക്കെ ബാധകമാവുന്നുള്ളൂ. നിങ്ങളെന്ന് പറഞ്ഞ KNM എന്ന് പറഞ്ഞാൽ പച്ചയായ കളവുകളുടെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുത്തൊരു പ്രസ്ഥാനമാണ്. ഈ 2012 മുതൽ കേരള നേതൃത്വത്തിൽ മുജാഹിദിൻ്റെ ആദർശമെന്ന് പറയുന്നത് കളവ് പറയുക. അത് ആദർശമായി സ്വീകരിച്ച ആളുകളാണ് KNMകാർ എന്നതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അത്ഭുതപ്പെടാനില്ല. നേരെ മറിച്ച് ഇസ്ലാഹ് മാസികയിൽ പ്രാർത്ഥിക്കാമെന്നോ പ്രാർത്ഥിച്ചാൽ ഷിർക്കല്ലെന്നോ കാണിക്കാൻ മാന്യമായി ഉമ്മക്ക് പറഞ്ഞൊരു കുട്ടിക്ക് സാധ്യമല്ല എന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നത്
മാന്യ ശ്രോതാക്കൾ ഇത് മനസ്സിലാക്കുക. ഇദ്ദേഹത്തിൻ്റെ വായ കൊണ്ട് ഇങ്ങനെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു എന്നല്ലാതെ വസ്തുനിഷ്ഠമായ തെളിവ് കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സമർത്ഥിക്കാൻ സാധിക്കുന്നുണ്ടോ ഇല്ലേ എന്നതാണ് നമ്മുടെ പരിശോധന. എങ്കിൽ അനീഫ് കായക്കൊടിയും KNM-ഉം KGയും ഒക്കെ കാപ്പട്യം നിറഞ്ഞവരല്ലേ? അതിലെന്താ ഇത്ര സംശയം? അവർ കാപ്പട്യം നിറഞ്ഞവരാണ് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. കാപ്പട്യത്തിൻ്റെ ഹോൾസെയിലും റീറ്റെയിലുമാണ് KNM-കാരുടെ ഇന്നത്തെ സ്ഥിതിവിശേഷം. നിങ്ങൾക്കിപ്പോൾ അതിൽ കാപ്പട്യത്തിൽ വല്ല കുറവുണ്ടോ? ഇല്ലല്ലോ. അവർ കാപ്പട്ടിയല്ലേ നിങ്ങൾക്ക് ശിർക്കില്ലാത്ത ഒരാളുടെ പേരിൽ ശിർക്ക് ആരോപിക്കുക? അതെ, നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അതല്ലേ? അത് രണ്ടും അതിലുണ്ട്. എന്ത്? പ്രാർത്ഥിക്കാമെന്നുമുണ്ട്, പ്രാർത്ഥിച്ചാൽ ശിർക്കല്ലെന്നും ഇസ്ലാം മാസികയിലുണ്ട് എന്ന് നിങ്ങൾ കളവ് പറയാം. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ആയത്തുകളൊക്കെ നിങ്ങൾ നമ്മൾക്കെതിരിൽ ഓതുകയും ചെയ്യുക. ഇത് കാപ്പട്യമാണ്. അതിലെന്താ സംശയം? അതെല്ലാവർക്കും അറിയുന്ന ഇന്നത്തെ പകൽ പോലെ തെളിഞ്ഞൊരു യാഥാർത്ഥ്യമല്ലേ റഷീദ് ഭായി? അല്ലേ? ജിന്ന് പിശാചുക്കളോട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കുന്നവർക്കെതിരെ ഓതുന്ന ആയത്ത് വിസ്തത്തിനെതിരെ ഓതുക. ഇപ്പം നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ജിന്ന് പിശാചുക്കളോട് പ്രാർത്ഥിക്കുന്ന ആളുകൾക്കെതിരിൽ ഓതേണ്ട ആയത്ത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനെതിരിൽ ഓതുക. എന്ത് പറഞ്ഞിട്ട്? ഇസ്ലാം മാസികയിൽ പ്രാർത്ഥിക്കാമെന്നുണ്ട്, പ്രാർത്ഥിച്ചാൽ ശിർക്കല്ലെന്നുണ്ട് എന്ന് കളവ് പറയാം. എന്നിട്ട് ജിന്ന് പിശാചുക്കളോട് പ്രാർത്ഥിക്കുന്നവർക്കെതിരിലുള്ള ആയത്ത് വിസ്ഡം വിഭാഗത്തിനെതിരിൽ ഓതുകയും ചെയ്യുന്നു എന്ന കാപ്പട്യം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ വാദിക്കുന്നതും പറയുന്നതും. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? KGUവിൻ്റെ സെക്രട്ടറി വെറുതെ പറഞ്ഞാണെന്ന് പറഞ്ഞോ വിചാരിച്ചോ നിങ്ങളിപ്പോൾ എന്താ മനസ്സിലാക്കിയത്? KJU സെക്രട്ടറി സത്യം പറഞ്ഞാന്നാ? KJU സെക്രട്ടറി കളവ് പറഞ്ഞാൽ കളവാണെന്ന് പറയാനുള്ള ആണത്തമുള്ള മുജാഹിദ് കുട്ടികൾ ഇവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങളിങ്ങനെ എന്താ മനസ്സിലാക്കിയത് എന്നൊക്കെ ചോദിച്ചാൽ പേടിച്ച് വരണ്ടു പോകുന്ന ഏതെങ്കിലും KNM അന്തംകമ്മികളുണ്ടാകാം. നേരെ മറിച്ച് മുജാഹിദ് കുട്ടികൾ നിങ്ങളെ മുഖത്ത് നോക്കി നേർക്ക് നേരെ ചോദിക്കും നിങ്ങളോട്, എവിടെടോ ഇസ്ലാം മാസികയിൽ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ, പ്രാർത്ഥിക്കാമെന്നും പ്രാർത്ഥിച്ചാൽ ശിർക്കല്ലെന്നും എവിടെടോ, കാണിക്കടോ, കൊണ്ടുവാടോ, തെളിവെടോ എന്ന് ചോദിക്കാൻ മുജാഹിദുകൾ ഇവിടെയുണ്ടെന്ന കാര്യം റഷീദേ നീ വിസ്മരിക്കരുത്. പ്രാർത്ഥിച്ചാൽ ശിർക്കല്ലെന്ന് തന്നെയാണ് നിങ്ങൾ അതിൽ എഴുതിയിട്ടുള്ളത്. പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ചു. അതിന് മുമ്പ് ഞാൻ ചോദിക്കട്ടെ, പ്രാർത്ഥിച്ചാൽ ശിർക്കല്ലെന്നാണ് ഇസ്ലാഹ് മാസികയിൽ എഴുതിയിട്ടുള്ളത് എന്ന് ഇയാൾ വീണ്ടും കളവ് പറയാണ്. യാതൊരു ലജ്ജയോ ഉളുപ്പോ പരലോകബോധമോ അള്ളാനെ കണ്ടുമുട്ടണമെന്ന ബോധമോ ഇല്ലാതെ ഇദ്ദേഹം വീണ്ടും ഈ പറയുന്ന ഹിസ്ബിയത്ത് തലക്ക് പിടിച്ചത് കാരണം വീണ്ടും ഇദ്ദേഹം കളവാവർത്തിക്കുകയാണ്. എന്നിട്ട് ഇയാൾ പറയാണ് ഞാൻ പറഞ്ഞു തരാൻ. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുക? ഇയാളിപ്പോൾ പറയുന്നത് ഇസ്ലാം മാസിക എടുത്തിട്ട് അത് നോക്കി വായിച്ച് പറഞ്ഞു തരുന്നതാണ്. എന്നാൽ എന്താ ഇയാൾ ചെയ്യുന്നത് നിങ്ങൾ കേട്ടോളി, നിങ്ങൾ കണ്ടോളൂ. അത്രമാത്രം ബാലിശമായ വാദമാണ് ഇദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കേട്ടോക്ക്. പ്രാർത്ഥിച്ചാൽ ശിർക്കല്ല എന്ന് അതിലുണ്ടെങ്കിൽ, അത് അങ്ങനെ ഒരു വാദം ഇല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ എങ്ങനെയാണ് നമ്മൾ ശിർക്കിൻ്റെ ആയത്തോതുക? പറയും. നിങ്ങൾക്കെതിരെ ശിർക്കില്ലാത്ത ഒരാളുടെ പേരിൽ ശിർക്കിൻ്റെ ആയത്തോതിയ ശിർക്ക് ഓതുന്നവരിലേക്ക് മടങ്ങും. അപ്പോഴല്ലേ കാപ്പട്ടി അനീഫ് കായക്കൊടി ചെയ്തത്? കേട്ടില്ലേ സഹോദരന്മാരെ? പ്രാർത്ഥിച്ചാൽ ശിർക്കല്ലെന്ന് ഇസ്ലാഹിലുണ്ട്, അത് അങ്ങനെ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ഈ റഷീദ് ഇന്ന് പറയുന്നത് എന്താ? ഒരു ചോദ്യം ചോദിക്കുക. എന്താ ചോദ്യം? പ്രാർത്ഥിച്ചാൽ ശിർക്കല്ലെന്ന് ഇസ്ലാഹിൽ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഹനീഫ് കായക്കൊടി ശിർക്കിനെതിരിലുള്ള ആയത്ത് നിങ്ങൾക്കെതിരിൽ ഓതുക? ഇതാണ് മൂപ്പര ചോദ്യം. എന്നിട്ടോ അങ്ങനെ ഓതിയാൽ ഷിർക്കില്ലാത്ത ആളുകളുടെ പേരിൽ ഷിർക്ക് ആരോപിച്ചാൽ ഷിർക്കും കൊണ്ട് മടങ്ങി വരൂലേ? അപ്പോഴല്ലേ കായക്കൊടി കാപ്പട്യം കാണിച്ചു എന്ന് പറയാൻ പറ്റുക? അതേ ചങ്ങാതി, ഈ ചങ്ങാതി ഹനീഫ് കായക്കൊടി ഈ കാപ്പട്യം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാഹ് മാസികയിൽ പ്രാർത്ഥിക്കാമെന്നോ പ്രാർത്ഥിച്ചാൽ ഷിർക്കല്ലെന്നോ ഇസ്ലാഹ് മാസികയിൽ എഴുതിയിട്ടില്ല. നീ ആ പറഞ്ഞത് പച്ചക്കളവാണ്, ഹനീഫ് കായക്കൊടി പറഞ്ഞത് പച്ചക്കളവാണ്. ഇവിടെ ആരൊക്കെ അത് പറയുന്നുണ്ടോ അവരൊക്കെ അത് കളവാണ് പറയുന്നത്. ഇല്ലെങ്കിൽ ഇസ്ലാഹ് മാസിക നിങ്ങൾ എടുത്ത് കാണിച്ചാൽ മതി. ഇങ്ങനെ ഇസ്ലാഹ് മാസികയിൽ ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറയുകയും എന്നിട്ട് അലിമദനിയും കരിമ്പിലാക്കലും അബ്ദുസലാം സുല്ലമിയും ഒക്കെ ഒരു വേള നമുക്കെതിരിൽ ഒരുമിച്ച് നിന്നിരുന്ന കാലത്ത് നമുക്കെതിരിൽ ഓതിയ ആയത്തുകളൊക്കെ നിങ്ങളിപ്പോൾ കടമെടുത്ത് നമുക്കെതിരിൽ ഓതുന്നത് വാസ്തവത്തിൽ ഇല്ലാത്ത കാര്യം ഒരാളുടെ പേരിൽ കെട്ടിച്ചമച്ച് അവർക്കെതിരിൽ ഷിർക്ക് നിങ്ങളിപ്പോൾ ഷിർക്കിലും കുഫറിലും അകപ്പെട്ടത് വ്യക്തമായ നിദർശനങ്ങൾ ഇഷ്ടം പോലെ നമുക്ക് കാണിക്കാൻ ഇൻഷാ അള്ളാഹ് അത് മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുന്നു. ഇപ്പോൾ നമുക്ക് ഹനീഫ് കായക്കൊടി മുമ്പ് ഇസ്ലാഹ് മാസികയിൽ പ്രാർത്ഥിച്ചാൽ ഷിർക്കല്ലെന്നുണ്ടോ, എന്താ പറഞ്ഞത് എന്നത് നമുക്കൊന്ന് അദ്ദേഹം സത്യം പറഞ്ഞതൊന്ന് കേൾക്കുക ആദ്യം. ഓക്കെ, എന്നിട്ട് നമുക്ക് തീരുമാനമെടുക്കാം ഇവിടെ ആരാണ് കളവ് പറയുന്നത്. ഇത് ഇപ്പോൾ റഷീദ് സാഹിബ് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ച കാര്യത്തിന് നേരെ വിരുദ്ധമായി ഹനീഫ് കായക്കൊടി തന്നെ മുമ്പ് പറഞ്ഞത് വൈരുദ്ധ്യം നിങ്ങളൊന്ന് കേട്ടു നോക്ക്. അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഈ വിഷയം പ്രസംഗിച്ച് സംസാരിച്ചു.
അന്നവിടെ പ്രസംഗിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദുകൾ അവരുടെ പ്രസംഗങ്ങളിൽ എഴുതുകയോ ജിന്നുകളോട് പ്രാർത്ഥന നടത്തിയാൽ അത് ശിർക്കാവുകയില്ലെന്ന് മുജാഹിദുകൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്തതായി നിങ്ങൾ തെളിയിച്ചാൽ, ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിലുണ്ടെങ്കിൽ നാളെ അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഈ നന്ദി അങ്ങാടിയിൽ നിങ്ങൾ ഒട്ടിച്ചാൽ, അന്നവിടെ പോലീസുകാരുണ്ട്, ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, നാളെ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം നന്ദി പള്ളി പൂട്ടി താക്കോല് ഞാൻ ദാറുസ്സലാം അറബി കോളേജിൽ കൊണ്ടുവന്നു തരും. നമ്മൾ പറഞ്ഞിട്ടില്ല, പിന്നെ നമുക്ക് ധൈര്യത്തെ പറയാലോ. അപ്പോൾ റഷീദെ, നീ കേട്ടല്ലോ ഹനീഫ് കായക്കൂടി അന്ന് എന്താ പറഞ്ഞത്? അതിൽ നിന്ന് മാറി അമ്പലക്കടവിൻ്റെയും അലിമദനിയുടെയും കരിമ്പിലാക്കലിൻ്റെയും ഒക്കെ വിടുവായിത്തം അത് ഏറ്റെടുത്ത് ഇന്ന് ഈ KJU സെക്രട്ടറി തിരിഞ്ഞു നിന്ന് ഇങ്ങോട്ടേക്ക് ഇത് പറയുമ്പോൾ, അത് ഏറ്റെടുത്ത് നിന്നെപ്പോലുള്ള ആളുകൾ കൊണ്ടു നടക്കുമ്പോൾ, നീ കാതോർക്കാൻ, നീ കേൾക്കാൻ, കേട്ട് പഠിക്കാൻ, നിന്റെ തന്നെ വാചകങ്ങൾ വെച്ചുകൊണ്ട് ഹനീഫ് കായക്കൂടി പറഞ്ഞത് 100% സത്യം ഏതാണ് എന്നത് നമുക്ക് ഒന്ന് ഒരുമിച്ച് കേൾക്കാം. ഓക്കെ, എന്താണ് 100% സത്യം എന്നത് ഇനി നീ കേൾക്കുമ്പോൾ നിനക്കത് കൃത്യമായി മനസ്സിലാവും എന്താണ് സത്യമെന്നത്. അല്ലാതെ ഇസ്ലാഹ് മാസികയിൽ ജിന്നുകളോട് പ്രാർത്ഥിച്ചാൽ ശിർക്കല്ലെന്നോ പ്രാർത്ഥിക്കാമെന്നോ ഇസ്ലാഹ് മാസികയിൽ എഴുതിയിട്ടില്ല. അത് നിന്നെ കൊണ്ടെന്നല്ല, നിന്റെ ഏത് തലതൊട്ടപ്പനെ കൊണ്ടും സാധ്യമല്ല എന്ന് ആവർത്തിച്ച് MT വിഷൻ നിന്നെ വെല്ലുവിളിക്കുകയാണ്. മാത്രമല്ല, ഇനി കേട്ടോ, നീ പറയുന്ന വാചകം പോലും കളവാകരുതേ എന്ന ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ഇത് നിന്നെ കേൾപ്പിക്കുന്നത്. നീ പറഞ്ഞത് ഈ സന്ദർഭത്തിലല്ലെങ്കിലും ഈ ഹനീഫ് കായക്കൂടിയുടെ ഈ വോയിസും നിന്റെ ഈ സംസാരവും ഒരുമിച്ച് കേൾക്കുമ്പോൾ നിനക്കെങ്കിലും ഒരു ബോധോദയം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് രണ്ടും ഞാൻ ഒരുമിച്ച് നിന്നെ കേൾപ്പിക്കുന്നത്. കേട്ട് പഠിക്കടോ, കേട്ട് മനസ്സിലാക്കടോ, റബ്ബിനെ ഭയപ്പെടടോ എന്നാണ് എനിക്ക് നിന്നോട് സൂചിപ്പിക്കാനുള്ളത്. അല്ലെങ്കിൽ അബ്ദുൽ ജബ്ബാർ മൗലവിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. അല്ലെങ്കിൽ അബ്ദുൽ ജബ്ബാർ മൗലവിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. അപ്പോൾ നമുക്ക് റഷീദിനോട് ഹനീഫ് കായക്കൂടി ഇപ്പോൾ പറഞ്ഞല്ലോ, എന്ത് ജബ്ബാർ മൗലവിക്ക് ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല എന്ന് പറഞ്ഞത് സത്യമാണോ കാപ്പട്യമാണോ? എന്താണ് റഷീദെ ഒന്ന് വ്യക്തമായി പറഞ്ഞാട്ടെ, ഞങ്ങളൊന്ന് കേൾക്കട്ടെ. ഇപ്പൊ കാപ്പട്ടിയല്ല ചെയ്തത്, 100% ഹനീഫ് കായക്കൂടി ശരിയാ ചെയ്തത്. അതെ റഷീദ് ഭായി, ഇപ്പോഴാണ് നിങ്ങൾ എന്താ പറഞ്ഞത് സത്യമായത്. അല്ലെങ്കിൽ എന്താവില്ല, സത്യമാവൂല. ഇപ്പോൾ ജബ്ബാർ മൗലവിക്ക് ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന വാദമില്ല എന്ന് പറഞ്ഞത്, അത് അങ്ങനെ ആര് പറഞ്ഞാലും അതെന്താണ്, അത് 100% സത്യമാണ്. അത് കാപ്പട്യം കാണിക്കലല്ല, അത് വളരെ കറക്റ്റാണ്. നിങ്ങൾ പറഞ്ഞത് ഇപ്പോഴാണത് സത്യമാവുക. എന്നാൽ അത് തിരിച്ചു പറഞ്ഞാലോ, പ്രാർത്ഥിക്കാമെന്നുണ്ട്, പ്രാർത്ഥിച്ചാൽ ശിർക്കല്ലെന്നുണ്ട് എന്നൊരാൾ പറഞ്ഞാലോ അത് കളവായി, കാപ്പട്യമായി. ഇനി ഹനീഫ് കായക്കൂടി നന്ദിയിൽ വെച്ചിട്ട് അമ്പലക്കടവിനെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിച്ചല്ലോ, എന്ത് ഇസ്ലാഹ് മാസികയിലോ ഏതെങ്കിലും പ്രസിദ്ധീകരണത്തിൽ നിന്നോ ഇങ്ങനെ കാണിച്ചാൽ, പ്രാർത്ഥിച്ചാൽ ശിർക്കല്ലെന്നോ പ്രാർത്ഥിക്കാമെന്നോ കാണിച്ചാൽ ഈ പള്ളി പൂട്ടി താക്കോല് നന്ദി ദാറുസ്സലാമിനെ ഏൽപ്പിക്കാം എന്ന് പറഞ്ഞത് ഇസ്ലാഹ് മാസികയിൽ അങ്ങനെ ഒരു വാചകം ആശയം ഉണ്ടായിരിക്കെ ബോധപൂർവം കാപ്പട്യം കാണിച്ച് അമ്പലക്കടവിനെ വെല്ലുവിളിച്ചതാണോ? അതല്ല കളവ് പറഞ്ഞതാണോ? അങ്ങനെ ഇസ്ലാഹ് മാസികയിലുണ്ടോ? അങ്ങനെ ഇസ്ലാഹ് മാസികയിൽ ജബ്ബാർ മൗലവി എഴുതിയിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും പ്രസിദ്ധീകരണത്തിൽ എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഹനീഫ് കായക്കൂടി അന്ന് പറഞ്ഞ മറുപടി എന്താണെന്ന് കേൾക്കുമ്പോൾ നമുക്ക് കൃത്യമായി അത് ബോധ്യപ്പെടും. അതുകൊണ്ട് ഹനീഫ് കായക്കൂടി അത് പറയട്ടെ. നമ്മൾ പറഞ്ഞിട്ടില്ല, പിന്നെ നമുക്ക് ധൈര്യത്തെ പറയാലോ. കേട്ടില്ലേ റഷീദ് ഭായി, നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ല. അതായത് ജബ്ബാർ മൗലവി ഇസ്ലാഹ് മാസികയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതാണ് അമ്പലക്കടവ് ഇസ്ലാഹ് മാസിക എടുത്ത് വായിച്ചപ്പോൾ ഹനീഫ് കായക്കൂടി അവിടെ കൊടുത്തപ്പോൾ പറഞ്ഞ ഇതാണ്, എന്ത് അങ്ങനെ ജബ്ബാർ മൗലവി പറയാത്തത് കൊണ്ട് നമുക്ക് ധൈര്യമായി പറയാലോ, അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് കൂടെ നിൽക്കുന്ന കാലത്ത് പറഞ്ഞതാണ്. അപ്പോൾ ഈ പറഞ്ഞതിനെ പറ്റി റഷീദിനോടൊന്ന് ചോദിച്ചു നോക്കുക, ഇത് സത്യമാണോ കാപ്പട്ടിയാണോ? അപ്പോൾ റഷീദ് എന്താ പറയാൻ നമുക്ക് നോക്കാലോ. 100% ഹനീഫ് കായക്കൂടി ശരിയാ ചെയ്തത്. അതെ, അപ്പോൾ വളരെ കൃത്യമായില്ലേ. അപ്പോൾ ഹനീഫ് കായക്കൂടി അന്ന് അമ്പലക്കടവിനോട് ഇസ്ലാഹ് മാസികയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അതായത് പ്രാർത്ഥിക്കാമെന്നോ പ്രാർത്ഥിച്ചാൽ ശിർക്കല്ലെന്നോ എഴുതിയത് കാണിച്ചാൽ നന്ദിപ്പള്ളി പൂട്ടി താക്കോല് തരാം എന്നാണ് പറഞ്ഞത്. അതും പോലീസുകാരെ സാക്ഷി നിർത്തിയിട്ട്. അത് ഉണ്ടായിട്ട് ഇല്ല എന്ന് കളവ് പറഞ്ഞതാണോ? അല്ല എന്ന് നിങ്ങളിപ്പോൾ ഈ പറയുമ്പോഴാണ് എന്ത്, അത് കാപ്പട്യമല്ല, അത് സത്യമാണ്, 100% സത്യമാണെന്ന് ഹനീഫ് കായക്കൂടി പറഞ്ഞിരുന്നത് എന്നത് നിങ്ങൾ ഇപ്പോൾ സമ്മതിച്ചതുപോലെ സമ്മതിച്ചാൽ നിങ്ങളും സത്യം പറയുന്നവനായി. അല്ലെങ്കിലോ ഇതിന് നേരെ ഓപ്പോസിറ്റ് ഇസ്ലാഹ് മാസികയിൽ പ്രാർത്ഥിക്കാമെന്നുണ്ട്, പ്രാർത്ഥിച്ചാൽ ശിർക്കല്ലെന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ എന്തായി, അത് പച്ചക്കളവായി. ഇതാണ്
നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകുന്ന രൂപത്തിൽ കൃത്യമായി തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വസ്തുനിഷ്ഠമായി തെളിയിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനിയും കളവ് ആവർത്തിക്കണോ അതല്ല സത്യത്തിൽ ഉറച്ചു നിൽക്കണോ എന്നത് നിങ്ങൾ തീരുമാനിക്കുക എന്ന് മാത്രമാണ്. ബാക്കിയുള്ളത് പരലോകത്തേക്ക് വിടുന്നു. അള്ളാഹു നമ്മെ സത്യം മനസ്സിലാക്കാനും സത്യത്തിൽ ഉറച്ചു നിൽക്കുവാനും സർവ്വശക്തൻ തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.